തിരുവനന്തപുരം നരുവാമൂട് ശിവസൂര്യയുടെ കൊലപാതകത്തിൽ ഒരു പ്രതി കൂടി പിടിയിൽ. നരുവാമൂട് സ്വദേശി പ്രിയദർശനാണ് പിടിയിലായത്. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായിട്ടുണ്ട്. ദേവൻ എം പി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദേവൻ, എന്താണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ? ഹർഷൻ, കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം നരുവാമൂട് പുന്നമൂട്ടിൽ 18-കാരനായ യുവാവിനെ മറ്റ് ഒരു സംഘം യുവാക്കൾ ചേർന്ന് മർദ്ദിക്കുകയും അതിനെ തുടർന്ന് ശിവസൂര്യയുടെ കൊലപാതകത്തിൽ നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പുന്നമൂട് ജംഗ്ഷനിൽ വെച്ചിട്ടുണ്ടായ സംഘർഷത്തിൽ ഇരു വിഭാഗങ്ങൾ തമ്മിലൊരു സംഘർഷം ഉണ്ടാവുകയും അത് പിന്നീട് ഒരു കയ്യാങ്കളിയിലേക്ക് മാറി. പിന്നീട് ഈ യുവാക്കൾ ചേർന്നുകൊണ്ട് ശിവസൂര്യയെ ഉന്തും തള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ശിവസൂര്യ പുന്നമൂട് ജംഗ്ഷനിൽ സഹകരണ ബാങ്കിന് സമീപമുള്ള അടച്ചിട്ടിരുന്ന ഒരു കടമുറിയുടെ ചില്ല് ഗ്ലാസിൽ വന്ന് വീഴുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ ഈ ചില്ല് ഗ്ലാസിൽ ശരീരത്തിൽ തുളച്ചു കയറിയായിരുന്നു ഈ മരണം സംഭവിച്ചത്. രക്തമാർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. തുടർന്ന് ഇത് സംബന്ധിച്ച് നരുവാമൂട് പോലീസ് അവിടെ നിന്ന് ഉടൻ തന്നെ 2 പ്രതികളെ ഇത് സംബന്ധിച്ച് അവിടെ നിന്നും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അജിത്ത്, ആരോമൽ എന്ന് പറയുന്ന 2 പ്രതികളെയായിരുന്നു കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെ തന്നെ 3ാമത്തെ പ്രതിയായിട്ടുള്ള ആരോമലിനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരെ 3 പേരെയും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലുള്ള കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിലാവാനുണ്ടായിരുന്നു. ആ പ്രതിയാണ് ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. നരുവാമൂട് സ്വദേശി പ്രിയദർശൻ, 20 വയസ്സുള്ള യുവാവാണ്. ഇയാളെയാണ് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇതോടുകൂടി കേസിലെ 4 പ്രതികളും ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നത്, ഒരു വർഷം മുമ്പ് ഈ മരിച്ച ശിവസൂര്യയും ഇപ്പോൾ ഈ പ്രതികളായിട്ടുള്ള യുവാക്കളും തമ്മിലൊരു സംഘർഷം ഉണ്ടായിരുന്നു. ടർഫ് കോർട്ടിൽ വെച്ച് ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു സംഘർഷം ഉണ്ടായി. ആ സംഘർഷം പിന്നീട് ഈ യുവാക്കൾ തമ്മിൽ തന്നെ സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിലും പലപ്പോഴും ഇവർ വീണ്ടും പല അവസരങ്ങളിൽ വെച്ചിട്ടും അല്ലെങ്കിൽ വീണ്ടും ഈ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് ഇവർ പരസ്പരം മത്സരിക്കുമ്പോഴെല്ലാം തന്നെ ഈ സംഘർഷം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഇവർ വൈകുന്നേരം ഫുട്ബോൾ കളിക്കാനായി എത്തുകയും അവിടെ വെച്ച് ശിവസൂര്യയും മറ്റൊരു യുവാവുമായി ഒരു വാക്കുതർക്കം, ഒരു സംസാരം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഈ യുവാവ് അവരുടെ സുഹൃത്തുക്കളെ കൂടി വിളിച്ചു വരുത്തിയിട്ടാണ് പുന്നമൂട് ജംഗ്ഷനിൽ വെച്ച് ശിവസൂര്യയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതും ഈ ഒരു മർദ്ദനത്തിൽ ശിവസൂര്യ ആ കണ്ണാടി ഗ്ലാസിന് മുകളിലേക്ക് വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴുത്തിലും നെഞ്ചത്തും വയറിലും എല്ലാം തന്നെ ഈ കടയുടെ ചില്ല് ഗ്ലാസ് പൊട്ടി അത് ദേഹത്തേക്ക് തുളച്ചു കയറിയായിരുന്നു മരണം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ഏതായാലും ഇപ്പോൾ ഇത് സംബന്ധിച്ച് 4 പ്രതികളും ഈ ശിവസൂര്യയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള 4 പ്രതികളും ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ദേവൻ എം പിയാണ് വിവരങ്ങൾ നൽകിയത്.